ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ സാധ്യത കൽപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവർക്കൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. വിജയ സാധ്യത നോക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ജാഗ്രത കൂടി അവർക്കുണ്ടാകണം. ടീം UDF എന്നതാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം. അപ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെമെങ്കിലും അങ്ങനെ തന്നെ പോകണം എന്ന ഒരാവശ്യം അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അല്പം സമയം കൂടുതൽ എടുക്കുന്നു എന്ന് കണ്ടാൽ മതിയോ ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിനെ? അങ്ങനെ മാത്രം നമുക്ക് ലഘൂകരിച്ച് കാണാൻ കഴിയില്ല. കോൺഗ്രസ് എത്തപ്പെട്ട ഇന്നത്തെ ഒരു വിഷമസന്ധി സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായി പുറത്തിറക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, മണ്ഡലങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും കണ്ണുവെച്ച് അധികാരി കൊതിമൂത്ത നേതാക്കന്മാര് പരസ്പരം മത്സരിക്കുന്നു. പലരും പോസ്റ്റർ അടിച്ചു വെക്കുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ രംഗത്ത് വരുമെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ അവസ്ഥ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്കകത്ത് വളരെ സ്വാഭാവികമാണെന്ന് നമ്മളെല്ലാം പറയും. പക്ഷെ വളരെ സ്വാഭാവികമായ അത്തരം ഒരു അവസ്ഥയെ കൃത്യമായി അവരെത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി ബന്ധിപ്പിച്ചുകൊണ്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായ സുഹൃത്ത് പറയുന്നത് കേട്ടല്ലോ, ഞങ്ങൾക്ക് എന്തെല്ലാം പണിയുണ്ട്, ദേശീയ തലത്തിൽ പാർലമെന്റിൽ പോകണം, ഞങ്ങളൊരു ദേശീയ പാർട്ടിയില്ലേ, അവിടെ BJPക്കെതിരായിട്ട് പോരാടണം. എവിടെയാ പോരാടുന്നത് സുഹൃത്തെ? ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് 37 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, 10 സംസ്ഥാനങ്ങളിലായിട്ട്. അതിൽ 11 കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച MLA-മാരാണ്. 11 പേരാണ് BJPക്ക് ജയിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്. എന്ന് മാത്രമല്ല, 4 ആളുകൾ ഹരിയാന നിയമസഭയില് അവരുടെ വോട്ട് അസാധുവാക്കി BJPക്ക് ജയിക്കാൻ അവസരം ഉണ്ടായിക്കൊണ്ട്. ഇതാണോ ദേശീയ തലത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം? ഈ കേരളത്തിന്റെ ചുമതലയുണ്ടെന്ന് പറയുന്ന നമ്മുടെ KC വേണുഗോപാൽ ഉണ്ടല്ലോ, AICCയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം രാജസ്ഥാനിലെ പഴയ MLA രാജ്യസഭാംഗമായിരുന്നു. രാജസ്ഥാനിലെ നിയമസഭയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം രാജിവെച്ച് ഇവിടെ UP ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന അവസ്ഥ വന്നപ്പോ അവിടെ ആരാ ജയിച്ചത്? BJPയാണ്. അപ്പൊ BJPക്ക് ഈ രാജ്യത്ത് പാർലമെന്റിനകത്ത് അംഗത്വ ബലമുണ്ടാക്കി കൊടുക്കുന്ന വളരെ ഗൂഢാലോചനപരമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് കോൺഗ്രസിനുള്ളത്. അവർ പുറത്ത് എന്ത് പറഞ്ഞാലും അവരുടെ പ്രവർത്തനങ്ങൾ ഇൻ എഫക്ട് ഫലത്തിൽ BJPയെ ഈ രാജ്യത്ത് ശക്തിപ്പെടുത്തുകയാണെന്ന് നമ്മൾ കാണും. അത് എത്തപ്പെടുന്ന ഒരു പ്രതിസന്ധിയുണ്ട് കേരളം പോലൊരു സമൂഹത്തിനകത്ത്. കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സമൂഹമാണ്. കോൺഗ്രസ്സുകാരനായ VD സതീശന് പോലും ഐ എം എ ലെഫ്റ്റ്, നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് ചമയാതെ കേരളീയ സമൂഹത്തെ, ജനങ്ങളെ, വോട്ടർമാരെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം ഇടതുപക്ഷം ഒരു പാർട്ടി പ്രസ്ഥാനം എന്നതിലപ്പുറത്ത് ഒരാശയം, ഒരു മനോഭാവം എന്ന നിലക്ക് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന മലയാളികൾക്ക്, അത് വിവിധ പാർട്ടികളെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ ആളുകളും എന്താണ്, ഇടതുപക്ഷപരമായ രീതിയിൽ കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷം BJP ഉയർത്തുന്ന ഈ കോർപ്പറേറ്റ് വർഗീയ അജണ്ടക്കെതിരായിട്ട് ഒരു ബദൽ നയം നടപ്പാക്കുകയാണ്. ആ ബദൽ നയത്തെ അംഗീകരിക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. BJPക്കാരോടൊപ്പം ചേർന്ന് ആ ബദൽ നയത്തെ, കേരളം നേടിയെടുത്ത ക്ഷേമ വികസന ഘടനയെ തകർക്കാൻ മെനക്കെടുന്നവരാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം നേരിടുമ്പോൾ അവരെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സാധ്യമായ ഒരു സാഹചര്യം അല്ലല്ലോ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇവിടെ ഇപ്പോ CPM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു എന്ന് വരുമ്പോൾ തന്നെ പാർട്ടിയുടെ ഏറ്റവും അടുത്തറയുള്ള കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറി നമ്മൾ കാണുകയാണ്. രണ്ടിടത്ത് പ്രധാനപ്പെട്ട 2 നേതാക്കൾ വിമതരായി നിൽക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. മറ്റ് പലയിടങ്ങളിലും അത്തരം ചില അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായ രീതിയിൽ നിന്ന് മാറി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷം തന്നെ നേരിടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു തർക്കം കോൺഗ്രസിൽ ഉടലെടുക്കുന്നത് ഒരു അനുകൂല സാഹചര്യമാകുന്നുണ്ടോ? കണ്ണൂരിലെ വിഷയങ്ങൾ അതുപോലും വലിയ രീതിയിൽ ചർച്ചയാകാത്ത തരത്തിൽ സുധാകരൻ നിങ്ങൾക്കൊരു മറ തീർക്കുകയാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ? അല്ല, CPM-നകത്തുള്ള സംഭവങ്ങളെ രേണുവിന് ഒരു കാരണവശാലും സാമാന്യവൽക്കരിക്കാൻ കഴിയും. ഒറ്റപ്പെട്ട അപവാദങ്ങൾ ഇല്ല എന്നല്ല, അതുണ്ട്. G. സുധാകരനുണ്ട്, TK ഗോവിന്ദൻ മാഷുണ്ട്, അവരൊക്കെ പക്ഷെ അവരെ എടുത്തിരിക്കുന്ന നിലപാട് CPM-ന്റെ സംഘടനാ ഗാത്രത്തെ, അത് ഈ സമൂഹത്തിനകത്ത് മുന്നോട്ട് വെച്ച കൃത്യമായ നിലപാടുകൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയെ ഒരർത്ഥത്തിലും ബാധിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് എത്രത്തോളം അരാജകവാദപരമാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് അറിയാം. ഇപ്പോ സജി ജോസഫ് എന്ന് പറയുന്ന ഈ കോട്ടയം DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സജി ജോസഫ് എന്താണ്, അദ്ദേഹത്തിന്
സീറ്റ് നിശ്ചയിച്ചതിനാൽ കുട്ടനാടിൽ ഞാൻ സ്ഥാനാർത്ഥിയാവും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ്. ഇത് ഒരു കുട്ടനാടിന്റെ പ്രശ്നം മാത്രമാണോ? ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും ഈ അവസ്ഥയുള്ളത്. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കാര്യത്തില് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ മാത്രമല്ല മുസ്ലിം ലീഗിൽ പോലും ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷത്തിൽ CPM-ൽ പ്രശ്നമില്ല എന്ന് ഞാൻ പറയുന്നില്ല, CPM-ൽ ഉണ്ടാകുന്ന പ്രശ്നത്തെയും ഇതും ഒരേപോലെ നിങ്ങൾക്ക് സമീകരിക്കാൻ കഴിയുന്നത്? വളരെ വ്യത്യസ്തമായ CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങളെ നന്നായി മറികടക്കാൻ അത് കഴിയും. മറികടന്നല്ലോ മറികടക്കുകയും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഞങ്ങളുടെ വികസനത്തെയും ക്ഷേമത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാട്, നവകേരളത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് അത് വെച്ച് ജനങ്ങൾ അഭിസംബോധന ചെയ്യുകയാണ്. ഇവിടെ എന്റെ പുതിയുഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചാൽ ആ വേദിയിൽ തന്നെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ഒരു മഹാനാണല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇപ്പോ നമ്മൾ ചർച്ച ചെയ്യാണല്ലോ ലിസ്റ്റ് 55 പേർക്കപ്പുറത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത ഗതികേടില് നിസ്സഹായതയിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.